ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തുടക്കമായിരിക്കുന്നു. എങ്ങും ശരണമന്ത്രങ്ങൾ മാത്രം. അമ്മേ നാരായണ, ദേവി നാരായണ എന്ന ശരണമന്ത്രങ്ങൾ മുഴക്കിക്കൊണ്ട് ഭക്തലക്ഷങ്ങളാണ് തലസ്ഥാന നഗരിയിൽ അനന്തപുരിയിൽ അമ്മയ്ക്ക് മുന്നിൽ പൊങ്കാല അർപ്പിക്കാനായി എത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ അതിരാവിലെ മുതൽ തന്നെ വലിയ ഭക്തജന പ്രവാഹമായിരുന്നു. ആറ്റുകാൽ ക്ഷേത്രത്തിലും പരിസര പ്രദേശങ്ങളിലേക്കും ഏകദേശം 10-12 കിലോമീറ്റർ ചുറ്റളവിൽ ലക്ഷക്കണക്കിന് പൊങ്കാല അടുപ്പുകളാണ് ഇന്ന് നിരന്നിരിക്കുന്നത്. 10-15 കൂടി ക്ഷേത്ര ശ്രീകോവിലിൽ നിന്നും ക്ഷേത്ര മേൽശാന്തി കൊളുത്തി നൽകിയ ദീപം ക്ഷേത്ര കീഴ്ശാന്തി ക്ഷേത്രത്തിന്റെ മുന്നിൽ സജ്ജീകരിച്ചിരിക്കുന്ന പണ്ടാര അടുപ്പിലേക്ക് പകർന്നതോടുകൂടിയാണ് ഭക്തലക്ഷങ്ങൾ കാത്തിരുന്ന ആറ്റുകാൽ പൊങ്കാല തുടങ്ങിയിരിക്കുന്നത്. വിവിധ നാടുകളിൽ നിന്ന്, വിവിധ ദേശങ്ങളിൽ നിന്ന് ആറ്റുകാൽ അമ്മയുടെ തിരുസന്നിധിയിൽ പൊങ്കാല അർപ്പിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി, ആഗ്രഹത്തോടു കൂടി എത്തിയ ലക്ഷക്കണക്കിന് ഭക്തർ അവരുടെ കണ്ടങ്ങളിൽ നിന്ന് ഒരേ സമയം തന്നെ അമ്മേ നാരായണ, ദേവി നാരായണ എന്ന ശരണമന്ത്രങ്ങൾ മുഴങ്ങി അവർ അവരുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി, അവരുടെ ആത്മശാന്തിക്ക് വേണ്ടി, അവർ കഴിഞ്ഞ കാലങ്ങളിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്നതിൻ്റെ നന്ദി സൂചകമായി വേദന ഇല്ലാതാക്കി ജീവിതത്തിൽ സുഖവും സമാധാനവും തരണേ എന്ന് അമ്മയുടെ മുന്നിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഭക്തലക്ഷങ്ങൾ ഈ പൊങ്കാല അർപ്പിക്കാനായി എത്തിയിരിക്കുന്നത്. കനത്ത വേനൽ ചൂടിനെയും കുംഭച്ചൂടിനെയും വകവയ്ക്കാതെ, തീ പൊള്ളുന്ന രീതിയിലുള്ള വെയിലിനെയും വകവയ്ക്കാതെയാണ് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ പൊങ്കാല അർപ്പിക്കാനായി അമ്മയുടെ നടയിലേക്ക് എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്നതാണ് ആറ്റുകാൽ ക്ഷേത്രം. ആറ്റുകാലിലെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്ത്രീകളുടെ ഒരു ഒത്തൊരുമ, ഒരു കൂട്ടായ്മ, ഒരു ഒത്തുചേരലാണ് ആറ്റുകാൽ പൊങ്കാല. 25 ലക്ഷം പേർ പങ്കെടുത്ത ആറ്റുകാൽ പൊങ്കാല ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ തന്നെ ഇടം പിടിച്ചതാണ്. ഇത്തവണ എല്ലാവിധ സൗകര്യങ്ങളും എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിക്കൊണ്ടാണ് ആറ്റുകാൽ പൊങ്കാലയ്ക്കുള്ള സജ്ജീകരണങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. 3000 പോലീസുകാരെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഒരു തരത്തിലുള്ള തിക്കും തിരക്കും ഉണ്ടാകാതിരിക്കാൻ, ഒരു തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ആവശ്യമായ കുടിവെള്ളവും മറ്റും നഗരസഭ ഏർപ്പാടാക്കി കഴിഞ്ഞിരിക്കുന്നു. ആരോഗ്യവകുപ്പിന്റെ വിവിധ കേന്ദ്രങ്ങൾ പലയിടങ്ങളിലായി പ്രവർത്തിക്കുന്നുണ്ട്. എന്തായാലും ഭക്തലക്ഷങ്ങൾ, തലസ്ഥാന നഗരം അക്ഷരാർത്ഥത്തിൽ അഗ്നിശാലയായി മാറിയിരിക്കുന്നു. യാഗഭൂമിയായി അനന്തപുരി മാറിയിരിക്കുന്നു. എങ്ങും അടുപ്പുകൾ കത്തുകയും അടുപ്പിൽ നിന്ന് ഉയരുന്ന പുക ഈ തലസ്ഥാന നഗരിയെ, അനന്തപുരിയെ ഒരു യാഗശാലയാക്കി മാറ്റിയിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാം. എന്തായാലും ഭക്തലക്ഷങ്ങൾ കണ്ണു നിറഞ്ഞുകൊണ്ട് കാത്തിരുന്ന, അവർ എത്രയോ നാളുകളായി വ്രതം നോറ്റ് കാത്തിരുന്ന ആറ്റുകാൽ പൊങ്കാല ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. തലസ്ഥാനത്തിന്റെ തിലകക്കുറിയായ ആറ്റുകാലമ്മയുടെ തിരുസന്നിധിയിൽ നടക്കുന്ന ആറ്റുകാൽ പൊങ്കാല തലസ്ഥാന നഗരത്തിലെ 10-14 കിലോമീറ്റർ ചുറ്റളവിൽ ലക്ഷക്കണക്കിന് അടുപ്പുകൾ നിരത്തിക്കൊണ്ട് ആ അടുപ്പുകളിലേക്ക് അഗ്നി പകർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി അവരവർ ഇഷ്ടമുള്ളവരുടെ നിവേദ്യങ്ങൾ ദേവിക്ക് സമർപ്പിക്കുകയാണ്. ആ ചടങ്ങുകളാണ് ഇനി നടക്കാനിരിക്കുന്നത്. വേനൽ ചൂടിനെ, കുംഭച്ചൂടിനെ, കുംഭവെയിലിനെ ഒക്കെ മറികടന്നുകൊണ്ട് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ തലസ്ഥാന നഗരിയിൽ അമ്മയ്ക്ക് മുന്നിൽ പൊങ്കാല അർപ്പിക്കാനായി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നൽകാവുന്ന ഏറ്റവും പുതിയ വിവരം.